മഞ്ഞലോഹം തേടി വയനാടൻ മല കയറിയവരുടെ കഥ. മഞ്ഞലോഹത്തോടുള്ള മനുഷ്യന്റെ ആഗ്രഹത്തിന് ഏറെ പഴക്കമുണ്ട്. മഞ്ഞലോഹത്തെ കീഴടക്കാനെത്തിയവരുടെ വാഴ്ചയുടെയും വീഴ്ചയുടെയും കഥകളേറെയാണ്. അത്തരത്തിലൊരു ചരിത്രം വയനാടിന്റെ ഭൂപടത്തിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. സ്വർണം വാരാനെത്തി തോറ്റുപോയ ബ്രിട്ടീഷ് സാഹിബിന്റെ കൂടി ചരിത്രമാണിത്. സ്വർണം തേടി വയനാട്ടിലെത്തിയവർക്ക് എന്ത് സംഭവിച്ചു? വയനാടൻ മണ്ണിൽ സ്വർണ്ണത്തരി തേടിയെത്താനുള്ള കാരണം എന്താണ്? ആ ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ തേടി വൈത്തിരി സുഗന്ധഗിരിയിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ അടുത്ത യാത്ര. വൈത്തിരി സുഗന്ധഗിരിയിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബാണാസുരസാഗർ അണക്കെട്ടിനു താഴെ ഉറങ്ങിക്കിടക്കുന്ന തരിയോട് എന്ന ഗ്രാമത്തിന്റെ കഥ റൈഡിംഗ് റിപ്പോർട്ടർ പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിച്ചിരുന്നു. അക്കാലത്ത് അവിടെ സ്വർണ്ണഖനനം നടന്നതായുള്ള വിവരങ്ങളും അതിൽ വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കുറേ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണത്തെ റൈഡിംഗ് റിപ്പോർട്ടറുടെ യാത്ര. ഈ കാണുന്ന തേയിലത്തോട്ടത്തിനപ്പുറത്താണ് സുഗന്ധഗിരി കാടുകൾ. തോട്ടം മേഖലയാണിപ്പോൾ. ഇവിടെ നേരത്തെ സ്വർണ്ണഖനനവുമായി ബന്ധപ്പെട്ട് സ്വർണം അരിച്ചെടുത്തിരുന്ന ചില അവശേഷിപ്പുകൾ ഇപ്പോഴും കാണാമെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സുഗന്ധഗിരിയിലേക്ക് യാത്ര തിരിക്കുന്നത്. തോട്ടം മേഖലയോട് ചേർന്ന പുഴയോരത്താണ് ഇതെന്നും പറയപ്പെടുന്നു. ഒരു അന്വേഷണമാണ്. വിജയിക്കുമോ എന്നറിയില്ല. യാത്ര തുടങ്ങുകയാണ് റൈഡിംഗ് റിപ്പോർട്ടർ. മനോഹരമായ തേയിലത്തോട്ടങ്ങളാണ് സുഗന്ധഗിരിയിലേക്കുള്ള കവാടം. കോടമഞ്ഞ് മൂടുന്ന മാനത്തു നിന്നടരാൻ മഴ വെമ്പി നിൽക്കുന്ന ഒരു പകലിലായിരുന്നു ഞങ്ങളുടെ യാത്ര. മോട്ടോർ ബൈക്ക് യാത്ര ഇതുവരെ മാത്രം. ഇതിനപ്പുറം തോട്ടം മേഖലയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിയും ഇറങ്ങിയും വേണം പോകാൻ. വയനാടിൻ്റെ സ്വർണ്ണ ചരിത്രം തേടിയുള്ള ഈ യാത്രയ്ക്ക് ചില സുഗന്ധഗിരിക്കാരുടെ പിന്തുണ കൂടി നമുക്കുണ്ട്. അവർ നമ്മോടൊപ്പം ചേരുന്നുമുണ്ട്. തേയിലത്തോട്ടങ്ങൾ പിന്നിട്ട് യാത്ര വന്യതയിലേക്ക്. ഇന്ദിരാഗാന്ധി സർക്കാർ ആദിവാസികൾക്കായി പതിച്ചു നൽകിയതാണ് ഈ ഭൂപ്രദേശം. 3000 ഹെക്ടറോളം വരും. കൂറ്റൻ മരങ്ങൾ നിറഞ്ഞ ഏലവും കാപ്പിയും വിളയുന്ന ഇടമാണ് സുഗന്ധഗിരി. സുഗന്ധഗിരിയിലേതുൾപ്പെടെ വയനാട്ടിലെ സ്വർണ്ണകാലത്തിൻ്റെ ചരിത്രം നമ്മോട് പറയുന്നത് എഴുത്തുകാരനും പത്രപ്രവർത്തകനും ഒക്കെയായിട്ടുള്ള OK ജോണിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. വയനാട്ടിൽ 2 സ്ഥലത്താണുള്ളത്. ഒന്ന് നിങ്ങൾ പറഞ്ഞ സുഗന്ധഗിരിയിലും മറ്റൊന്ന് തരിയോട് എന്ന് പറയുന്ന ദിക്കിലും. അത് രണ്ടും ഉണ്ടായതിൻ്റെ ഒരു കാരണം, നീലഗിരി ഭാഗത്ത് വയനാടിനോട് ചേർന്ന് കിടക്കുന്ന പന്തല്ലൂർ, ദേവാല, ചേരമ്പാടി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് ലാഭകരമല്ലാതെ വന്നപ്പോൾ പല മൈൻസും അടച്ചു പൂട്ടേണ്ടി വന്നു. വലിയ ധനനഷ്ടം സംഭവിച്ചു. ഞാൻ പറഞ്ഞില്ലേ, 12ഓളം കമ്പനികൾ, യൂറോപ്യൻ കമ്പനികൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് വയനാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവർ പുതിയ സ്ഥലങ്ങൾ, പ്രധാനമായിട്ടും കോഫി പ്ലാന്റേഷന് വേണ്ടിയിട്ടാണ് അവർ വന്നത്. അങ്ങനെയാണ് അവർ തരിയോടും സുഗന്ധഗിരിയിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ വയനാട്ടിലെ നീലഗിരിയിലും മാത്രമല്ല, ഈ ഡക്കാനിലെ ഈ മൈസൂർ പീഠഭൂമിയിൽ ഉടനീളം സ്വർണ്ണമുണ്ട്. ഇപ്പോൾ ടോളമിയുടെ കാലത്ത് തന്നെ
വയനാട്ടിൻ്റെ അതിരിലൂടെ ഒഴുകുന്ന കബനി നദിയുടെ കരയിലുള്ള HD കോട്ട എന്നൊക്കെ പറയും, ഹെഗ്ഗഡദേവൻ കോട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ വലിയ തരത്തിൽ പുന്നാട് രാജാക്കന്മാർ എന്ന് പറയുന്ന ഒരു രാജവംശം ഉണ്ടായിരുന്നു. കദംബരുടെയും ഗംഗരുടെയും കാലത്തുള്ള ഒരു രാജവംശമാണ്. വയനാടൊക്കെ അവരാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ ഈ ഹെഗ്ഗഡദേവൻ കോട്ടയുടെ പരിസരങ്ങളിൽ ധാരാളമായി സ്വർണം ടോളമിയുടെ കാലത്ത് തന്നെ ടോളമി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് പുന്നാട് എന്ന് പേര്. വയനാടൊക്കെ പുന്നാടാണ്. ഒരു അതെ AD ക്രിസ്തുവർഷാരംഭത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ വയനാടും നീലഗിരിയും ഒക്കെ പുന്നാട് രാജാക്കന്മാരുടെ ഭാഗമാണ്. പുന്നാട് എന്ന് പറഞ്ഞാൽ പൊന്നിൻ്റെ നാടാണ്. അതിൻ്റെ അർത്ഥം ധാരാളമായി ഇവിടെ സ്വർണം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. കാലം 18-ാം നൂറ്റാണ്ട്. ഡക്കാൻ പീഠഭൂമിയിലെ മണ്ണിനടിയിലെ സ്വർണ്ണശേഖരം തേടി കൊളോണിയൽ ശക്തികൾ ദക്ഷിണേന്ത്യയിലേക്ക് വേരുകളാർത്തിയ കാലം. നീലഗിരിയിലെ ദേവാലയിൽ നിന്ന് വയനാടിൻ്റെ തരിയോട് വരെ നീളുന്ന ഭൂപ്രദേശത്ത് സ്വർണത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ വിദേശ കമ്പനികൾ പലയിടങ്ങളിലായി ഖനനം തുടങ്ങി. വയനാട്ടിൽ നിന്നൊഴുകിയെത്തുന്ന ചാലിയാറിലും സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിരുന്നു. ആ വഴിയിലൂടെയാണ് സ്മിത്ത് മൂൺ എന്ന ബ്രിട്ടീഷ് സംരംഭകനും ഭാര്യ ലേഡി സ്മിത്തും എത്തുന്നത്. സുഗന്ധഗിരി കാടിനപ്പുറമുള്ള തരിയോട് കേന്ദ്രമാക്കി സ്മിത്തിൻ്റെ അധീനതയിലുള്ള ഗോൾഡ് മൈൻസ് ഇന്ത്യ എന്ന കമ്പനി പ്രവർത്തനം തുടങ്ങി. എന്നാൽ കമ്പനി നഷ്ടത്തിലായതും പിന്നീട് ഫാക്ടറി ഉഗ്രസ്ഫോടനത്തിലൂടെ തകർത്ത് സ്മിത്ത് ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചതും ചരിത്രം. അന്ന് സുഗന്ധഗിരിയിൽ സ്വർണം അരിച്ചെടുക്കാൻ ഉപയോഗിച്ച സംവിധാനങ്ങളിൽ പലതും ഇന്നും മണ്ണടിയാതെയുണ്ടെന്ന വിവരമാണ് ഈ യാത്രയ്ക്ക് ആധാരം. ചാറ്റൽ മഴ, അപകടകരമായ കയറ്റിറക്കങ്ങൾ എല്ലാം പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. രക്തദാഹികളായ അട്ടകൾ വെല്ലുവിളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇപ്പോൾ കാടിൻ്റെ ഏകദേശം ഉൾഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെക്ക് ഡാം കാണാം. ഈ ചെക്ക് ഡാം ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള നിർമ്മിതിയാണ് എന്നാണ് പറയുന്നത്. ഈ ചെക്ക് ഡാമിൻ്റെ ഈ ഭാഗത്ത് ഒരു ആഴത്തിലുള്ള കുഴിയുണ്ട്. ആ കുഴിയുടെ ആഴം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ പറയുന്നത്. കാരണം അത്രമാത്രം ആഴമുള്ള ഒരു കുഴിയാണ് അതിനകത്തുള്ളത്. അവിടേക്ക് മുളങ്കോല് ഇട്ട് നോക്കി, പക്ഷേ അതിൻ്റെ ആഴം കണ്ടെത്താൻ പോലും ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. വേനൽക്കാലത്ത് വെള്ളം കുറയുമ്പോൾ അതിൻ്റെ ആ കുഴിയുടെ ചില ഭാഗങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ മഴക്കാലമായതിനാൽ തന്നെ അത് പൂർണ്ണമായ രീതിയിൽ കാണാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. സുഗന്ധഗിരി കാടിനുള്ളിൽ ഇനിയും നശിക്കാതെ ശേഷിക്കുന്ന ഇരുമ്പ് പാളികൾ, ദ്രവിക്കാത്ത മരത്തടികൾ, കാടുമൂടിയും മണ്ണടിഞ്ഞും പോയ ഗുഹാവഴികൾ, ഇതെല്ലാം ഇപ്പോഴുമുണ്ട്. അത്ഭുതമാണ് തോന്നിയത്. ഞങ്ങളങ്ങനെ നടന്ന് ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ബ്രിട്ടീഷുകാർ സ്വർണം കലർന്ന മണ്ണ് എത്തിച്ച് അത് അരിച്ച് അത് സ്വർണം എടുത്തിരുന്ന ആ സ്ഥലത്താണ്. ഇപ്പോഴും അതിൻ്റെ ശേഷിപ്പുകൾ ഇവിടെയുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം, ഇത് മരമാണ്. ഇത് എത്രയോ കാലമായിരിക്കും. ഒരുപക്ഷെ ബ്രിട്ടീഷുകാരുടെ ആ കാലം എന്ന് പറയുന്നത് വളരെ പഴക്കം ചെന്ന കാലത്തുള്ള ആ ഒരു നിർമ്മിതിയാണ്. ഇത് മരം കൊണ്ട് വെള്ളം കെട്ടി നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. ഇവിടെ എപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇത് സിമെന്റോ മറ്റോ ഒന്നും ഉപയോഗിച്ച് നിർമ്മിച്ചതല്ല, മരമാണ്. അതായത് ഈ സ്വർണം കലർന്ന മണ്ണ് ഇവിടേക്ക് എത്തിച്ച് അത് അരിച്ച് അതിൻ്റെ തരികൾ എടുക്കുക എന്നുള്ള ആ ഒരു പ്രക്രിയയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ നടന്നിരുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ഒരു നിർമ്മിതിയാണ്. ഇത് അരയ്ക്കാൻ ഉപയോഗിച്ച ബാർജ് തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ആ കാഴ്ച കൂടെ, ഇത് കാസ്റ്റ് അയണിൻ്റെ ഒരു ബാർജാണ്. അത് നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ കാണാൻ കഴിയും. അവിടേക്ക് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ കാസ്റ്റ് അയണിൻ്റെ ബാർജിലാണ്. ആ ബാർജ് നമുക്കിവിടെ കാണാൻ കഴിയും. അതായത് ഏതാണ്ട് ഒരു 5 അടിയോളം വലിപ്പമുള്ള ബാർജാണ്. ഇത്തരത്തിൽ 5 എണ്ണം ഈ സുഗന്ധഗിരി കാട്ടിൽ ഇപ്പോഴും ശേഷിക്കുന്നു എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ സ്വർണം അരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ ബാർജാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും വളരെ അത്ഭുതം തന്നെയാണ്. തൊട്ടടുത്ത് അതിൻ്റെ ഒരു ഭാഗം കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് ആ ബാർജ്. ഇത് കാസ്റ്റ് അയണാണ് എന്നാണ് പറയുന്നത്. നാട്ടുകാർ പറയുന്നതാണ് കാസ്റ്റ് അയണാണെന്നുള്ളത്. എന്തായാലും വളരെ അത്ഭുതം തന്നെയാണ്. ഇത്തരം ഈ സുഗന്ധഗിരി കാട്ടിനുള്ളിൽ
ഇങ്ങനെ നേരത്തെ ഈ തരിയോട് എന്ന് പറയുന്ന പ്രദേശത്ത് ഖനനം നടന്നിരുന്നതായി പറയപ്പെടുന്നു. എന്തായാലും അതിൻ്റെ തുടർച്ചയായി അതിൻ്റെ ഭാഗമായി തന്നെയാണ് തൊട്ടപ്പുറത്തും ആ മലയോരത്താണ് ഈ ഡാമുള്ളത്, ബാണാസുര ഡാമുള്ളത്. എന്തായാലും ഈ കാസ്റ്റേൺ ഇപ്പോഴും ഇവിടെ ശേഷിക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. യന്ത്രം പോലും ഇല്ലാത്ത ചെയിൻ ബ്ലോക്ക് അങ്ങനെ നമ്മൾ വേണ്ട സാധനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഇത്രയും വെയിറ്റുള്ള സാധനം 10-20 ആൾ കൂടി പിടിച്ചാൽ പോലും വന്നാത്ത സാധനം വഴി പോലും ഇല്ലാത്തപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര ഒരു അതിശയം തന്നെയാണ്. നമ്മളിപ്പോൾ ഒന്നും കാണാൻ നിൽക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ. അപ്പം ഇങ്ങനെ ഓരോരുത്തർ വന്ന് നമ്മളിതിപ്പോൾ നമ്മളെ നാടിനെ ഒന്നും കൂടിയും പുറത്തോട്ട് എല്ലാവരും അറിയണത് തന്നെ ഭയങ്കര ഒരു കാര്യമായിട്ട് വരുന്നതാണ്. നല്ല പഴക്കം ചേർന്ന മരങ്ങൾ. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇപ്പോഴും ആ മണ്ണിൻ്റെ അടിയിൽ നിന്നിട്ട് അത് ഇത്രയും വർഷങ്ങളായിട്ട് അത് ദ്രവിക്കാണ്ട് നിൽക്കുന്നുണ്ട്. അതാണ് വലിയൊരു കാര്യം നിൽക്കുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മളിപ്പോഴത്തെ മരങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ദ്രവിച്ച് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടാവും. മണ്ണടരുകളിലെ മഞ്ഞലോഹത്തെ കീഴടക്കാനെത്തിയവരുടെ അവരുടെ പരാജയങ്ങളുടെ ആത്മാഹൂതികളുടെ പലായനങ്ങളുടെ കഥ പറയുന്നുണ്ട് സുഗന്ധഗിരി കാടിനുള്ളിലെ ഇരുമ്പുപാളികളും ഇനിയും ദ്രവിക്കാത്ത മരത്തടികളും. റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര തുടരുകയാണ് മറ്റൊരു ഇടം തേടി. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.